എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വനജ സുനിൽ. ഞാൻ വരുന്നത് ചാലിശ്ശേരിയിൽ നിന്നാണ്. ജനിച്ചു വളർന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ്. ചെറുപ്പത്തിലെ നന്നായി വായിക്കുമായിരുന്നു. നല്ല വായനക്കാരിയായിരുന്നു. അമ്മയാണ് എന്നെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവന്നത്. അമ്മ നല്ലൊരു വായനക്കാരിയാണ്. ഇപ്പം ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, ഞാൻ അമ്മയ്ക്കാണ് എൻ്റെ ബുക്ക് സമർപ്പിച്ചത്. എൻ്റെ അമ്മ നല്ലൊരു വായനക്കാരിയാണ്. ഈ പ്രായത്തിലും എൻ്റെ അമ്മ നല്ലൊരു വായനക്കാരി തന്നെയാണ്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് തന്നെയാണ് ഈ ബുക്ക് സമർപ്പിക്കുന്നത്. അമ്മയാണ് എന്നെ ഈ നിലയിലേക്ക് ഇത്രയും എത്തിക്കാൻ സാധിച്ചത് എൻ്റെ അമ്മയുടെ ആ വായനാശീലം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്ന് മറുപടി പ്രസംഗം പറഞ്ഞു. എല്ലാവരും വികാരാധീനരായി കണ്ണുനീര് വരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഇവര് കരയുന്നത്? അതൊരു സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന് വെച്ചാൽ എന്തിനാ കണ്ണുനീര് വരുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ ഈ മയക്ക് പിടിച്ച് നിൽക്കുമ്പോൾ എനിക്കും കണ്ണുനീര് വരുന്നുണ്ട്. അതായത് എൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം തന്നെയാണ്. ഒരുപാട് എഴുതുമായിരുന്നു. അതായത് വായനയിലൂടെ തന്നെ എഴുത്തും തുടങ്ങി. കുറേ മാധ്യമങ്ങളിലും കുറേ ചെറിയ മാസികകളിലും ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഓരോ ബുക്കുകളുടെ ഭാഗമായിട്ടുണ്ട്. എന്നാലും ഒരു ബുക്ക് എന്നുള്ളൊരു സ്വപ്നം എനിക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചത് ഈ സൃഷ്ടിപഥം പബ്ലിക്കേഷൻസിലൂടെയാണ്. അവരോട് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. ഈ അവതാരിക എഴുതി കഴിഞ്ഞത് റോസമ്മ ഇബ്രാഹിം മേഡാണ്. പക്ഷേ ആ അവതാരിക വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ ഞാൻ അന്താളിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ അതിശയിച്ചു പോയി. ഇങ്ങനെയൊക്കെയാണോ ഞാൻ എഴുതിയിരിക്കുന്നത്? അതായത് എൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും വലിയ കാര്യമായിട്ടൊന്നും എഴുതാറില്ല. പൈങ്കിളി നോവലുകൾ തന്നെയാണ്. ഇടയ്ക്ക് എൻ്റെ ഫാമിലി എന്നെ കളിയാക്കാറുണ്ട്. അതായത് നീ പൈങ്കിളിയാണ് എഴുതുന്നത്. എനിക്ക് എങ്ങനെ എഴുതി കഴിഞ്ഞു വെച്ചാലും പൈങ്കിളി തന്നെ വരുള്ളൂ. എൻ്റെ ഭർത്താവാണെങ്കിൽ നല്ലൊരു പാട്ടുകാരനാണ്, ഒരു നന്നായി പാടുന്ന ഒരാളാണ്. ആള് പാടിയ ഡപ്പാങ്കൂത്ത് പാട്ടൊന്നും പാടാറില്ല, മെലഡീസിൻ്റെ പാടാറുള്ളൂ. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് മെലഡീസിൻ്റെ പാടാൻ കഴിയുള്ളൂ, അതായത് ഡപ്പാങ്കൂത്തൊന്നും പാടാൻ അറിയില്ലല്ലോ. അതുപോലെ എനിക്ക് എങ്ങനെ എഴുതി കഴിഞ്ഞാലും പ്രണയത്തിൻ്റെ ഒരു അംശം വരാറുണ്ട്. അപ്പം അതെന്താണെന്ന് എനിക്കറിയില്ല. കൂടുതൽ ഈ ബുക്കിലും അത് തന്നെയാണ്. ശ്രുതി മറന്ന് വിഭജിക, ഈ ബുക്കിൻ്റെ പേര് അത് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയത്, എൻ്റെ ഈ എഴുത്ത് എല്ലാ ത്രെഡുകളും കിട്ടിയത് എൻ്റെ ചുറ്റുപാടിൽ നിന്നാണ്. അല്ലാതെ എനിക്ക് കൂടുതൽ ഭാവനയൊന്നുമില്ല. എല്ലാം എൻ്റെ ചുറ്റുപാടും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും അവരൊക്കെ പറയുന്ന ഓരോ ത്രെഡുകളിൽ നിന്നാണ് ഞാൻ ഓരോ കഥകളും കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ബുക്ക് വായിക്കണം. പിന്നെ പ്രത്യേകിച്ച് സൃഷ്ടിപഥം പബ്ലിക്കേഷൻ്റെ ബിന്ദു ടീച്ചറോടും നിസ ടീച്ചറോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കാനുള്ളത്. നിസ ടീച്ചറാണ് ഇങ്ങനൊരു സൃഷ്ടിപഥം കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത്. നിസ ടീച്ചറോടാണ് എനിക്ക് പ്രത്യേകം നന്ദി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിൽ കൂടുതൽ അറിയുന്നത് ബിന്ദു ടീച്ചറെയാണ്. ബിന്ദു ടീച്ചറോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി എന്നെ ഈ നിലയിലേക്ക് എത്തിച്ച ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് സാധിപ്പിച്ച എൻ്റെ മാതാപിതാക്കളോട്, അതായത് എൻ്റെ അമ്മയോട്, എൻ്റെ ഫാമിലിയോട്, എൻ്റെ എല്ലാ ബന്ധുക്കളോടും എല്ലാവരോടും പ്രത്യേകം നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം.